ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇപ്പം നമ്മൾ ടി എസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുവരെ നമ്മൾ കോഴ്സ് ഔട്ട്കം 1-ലെ, അതായത് യൂണിറ്റ് 1-ലെ 2 റിവിഷൻ പേപ്പറുകളാണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം റിവിഷൻ പേപ്പർ 3, പിന്നെ റിവിഷൻ പേപ്പർ 4, അതായത് യൂണിറ്റ് 2-ലെ കോഴ്സ് ഔട്ട്കം 2-ലെ 2 പേപ്പേഴ്സാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. അപ്പം അതിൽ നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ് ഈ യൂണിറ്റ് 2-ൽ വരുന്ന ടോപ്പിക്സ്. കോളംസ് ആൻഡ് സ്റ്റഡ്സ് അല്ലേ? ഒന്നാമത്തത് കോളംസ് ആൻഡ് സ്റ്റഡ്സ്, രണ്ടാമത്തത് ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾസ്, മൂന്നാമത്തത് ഏതാ? ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്. ഈ 3 ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ യൂണിറ്റിലുള്ളത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ഇതിൽ കോഴ്സ് ഔട്ട്കം 2 ആണ്. ഇപ്പോൾ ഈ കോഴ്സ് ഔട്ട്കം 2-ൽ വരുന്ന ടോപ്പിക്സിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമ്പർ 1 കോളംസ് ആൻഡ് സ്റ്റഡ്സ് അല്ലേ? ഒന്നാമത്തത് കോളംസ് ആൻഡ് സ്റ്റഡ്സ്, അതാണ് നമ്പർ 1. പിന്നെ നമ്പർ 2, രണ്ടാമത്തെ ടോപ്പിക് ഇതിൽ വരുന്നത് ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾസ് ആണ്. നമ്പർ 2 ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾസ്. പിന്നെ മൂന്നാമത്തത് ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്. ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്. ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്. അപ്പോൾ ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 30 മാർക്സിൻ്റെ ഒരു പേപ്പറാണ്. ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ 3 മാർക്സ് ക്വസ്റ്റ്യനും 7 മാർക്സ് ക്വസ്റ്റ്യനും ഉണ്ട്. ഇവിടെ പാർട്ട് എയിൽ ഉള്ള 3 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഡിഫൈൻ ദ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ കോളംസ് ആൻഡ് സ്റ്റഡ്സ് പഠിക്കുന്ന സമയത്ത് അതിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ലെൻഡർനെസ് റേഷ്യോ. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചോദിക്കും? ദ റേഷ്യോ ഇഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അത് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, രണ്ടാമത്തത് ഡിഫൈൻ ദ സേഫ് ലോഡ് ഓൺ കോളംസ്. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിൽ ആണല്ലോ ഈ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കാണാൻ പറയും. ആ ലോഡ് ഇതിനെ സേഫ് ലോഡ് കാണാൻ പറയും ചില ക്വസ്റ്റ്യൻ, ചില പ്രോബ്ലത്തിൽ. ഇപ്പോൾ സേഫ് ലോഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അൾട്ടിമേറ്റ് ലോഡ് കണ്ടിട്ട് അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ സേഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേഫ് ലോഡ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതാണ് സേഫ് ലോഡ്. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണെന്നുള്ളത് പ്രോബ്ലത്തിൽ തരും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അൾട്ടിമേറ്റ് സേഫ് ലോഡ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ ഫോഴ്സസ് ഓൺ എ ഡാം? ഡാമിൽ വരുന്ന ഏതൊക്കെ ഫോഴ്സസ് ആണ്? നമ്പർ 1 വാട്ടർ പ്രഷർ ആക്ടിങ് ഹൊറിസോണ്ടലി അല്ലേ? വെള്ളത്തിന്റെ പ്രഷറാണ് അല്ലേ? അത് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷറാണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് വെയിറ്റ് ഓഫ് ദ ഡാം അല്ലെ? ഡാമിന്റെ വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി. അപ്പോൾ ഒരു ഡാമിന്റെ കേസിൽ ഇറ്റ് റീറ്റെയിൻസ് വാട്ടർ ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ് അല്ലെ? വെള്ളമാണല്ലോ അപ്സ്ട്രീം സൈഡിൽ സ്റ്റോർ ചെയ്യുന്നത്. റീറ്റെയിനിങ് വാട്ടർ ആണെങ്കിൽ അതിൽ സോയിലാണ്, എർത്താണ് റീറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ വെള്ളമാണ് റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന 2 ഫോഴ്സസ് ആണ്. 1 വാട്ടർ പ്രഷർ ആക്ടിങ് ഹൊറിസോണ്ടലി
and weight of the dam, self weight of the dam acting vertically downwards. ഇത് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആ റിസൾട്ടൻ്റ് ഫോഴ്സ് that should pass within the middle third of the base. പിന്നെ നമ്മൾ മിഡിൽ തേർഡ് റൂൾ പഠിക്കുമ്പോൾ ഞാൻ പറയാം അത്. അപ്പോൾ ഈ 3 എ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പാർട്ട് ബി. പാർട്ട് ബിയിൽ നിങ്ങൾക്കറിയാം ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ് അല്ലേ. അപ്പം അതിൽ ചിലപ്പോൾ അധികവും തിയറി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ അതിലും ചെറിയ പ്രോബ്ലംസ് വരും അല്ലേ. ടി എസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ എല്ലാ ടോപ്പിക്കിലും നമുക്ക് അത്ര തിയറി ഇല്ല. ഇപ്പോൾ തിയറി ഇല്ലാത്ത ടോപ്പിക് ആണെങ്കിൽ അതിലൊന്ന് പ്രോബ്ലംസ് വരും, അല്ലെങ്കിൽ തിയറി ആയിരിക്കും. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ്? ഏതൊക്കെയാണ് കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് കോളംസ്, മീഡിയം കോളംസ് ആൻഡ് ലോങ് കോളംസ് അല്ലേ. ഇപ്പോൾ ഷോർട്ട് കോളംസ്, മീഡിയം കോളംസ് ആൻഡ് ലോങ് കോളംസ്, 3 കോളംസ് ഉണ്ട്. എന്താണ് ഓരോന്നിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എഴുതിയിട്ട് ഒരു സെന്റൻസും കൂടി അതിൻ്റെ കൂടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ അതിൽ എന്തൊക്കെ പറയാം? ഷോർട്ട് കോളംസ് ആണെങ്കിൽ അതിന് അത് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 12 ആയിരിക്കും. 12-നേക്കാൾ കുറവായിരിക്കും ഷോർട്ട് കോളത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, അതേപോലെ ഇറ്റ് ഫെയിൽസ് ഓൺലി ബൈ ക്രഷിങ്. അപ്പോൾ ഈ പിന്നെ ഷോർട്ട് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലാകുന്നത്, ഷോർട്ട് കോളംസ് ഫെയിലാകുന്നത് കംപ്രസീവ് ലോഡ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ക്രഷിംഗ് ലോഡ് കൊണ്ട് മാത്രമാണ് അത് ക്രഷ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസ്, അതായത് പിന്നെ ഈ ഷോർട്ട് കോളംസ്. രണ്ടാമത്തത് മീഡിയം കോളംസ് ആണ്. മീഡിയം കോളംസ് എന്ന് പറയുമ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ബിറ്റ്വീൻ 12 and 120. ഷോർട്ട് കോളത്തിന്റെ നമ്മൾ പറഞ്ഞത് ലെസ് ദാൻ 12 ആണ്. മീഡിയം കോളംസ് ബിറ്റ്വീൻ 12 and 120. അതുപോലെ ഇറ്റ് ഫെയിൽസ് ബൈ ക്രഷിംഗ് ആൻഡ് ബക്ലിംഗ്. അത് 2 ആക്ഷനും ഇതിലുണ്ടാവും, അതുകൊണ്ടാണ് അതിന്റെ ഫെയിലിയർ വരുന്നത്. മൂന്നാമത്തത് നോക്കിയിട്ട് നിങ്ങൾ, മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് ലോങ് കോളംസ് ആണ് അല്ലേ. മൂന്നാമത്തത് ലോങ് കോളം. ഈ ലോങ് കോളംസ് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് മോർ ദാൻ 120. ഇപ്പോൾ ലെസ് ദാൻ 12, ബിറ്റ്വീൻ 12 and 120, മോർ ദാൻ 120 ആവുമ്പോഴാണ് അതിന് ലോങ് കോളം എന്ന് പറയുന്നത്. ഇറ്റ് ഫെയിൽസ് ഓൺലി ബൈ എന്താണ്? രണ്ടാമത്തത് ഫെയിൽസ് ഓൺലി ബൈ ബക്ലിംഗ്. അപ്പോൾ ഇത് ബക്ലിംഗ് ഉണ്ട്, ഇവിടെ ഇതിലുണ്ട് ബക്ലിംഗ്. ഇപ്പോൾ ഫെയിൽസ് ഓൺലി ബൈ ബക്ലിംഗ്. ഇപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ ആണ്. നമ്പർ 1 ഷോർട്ട് കോളംസ്, നമ്പർ 2 മീഡിയം കോളംസ് ആൻഡ് നമ്പർ 3 ലോങ് കോളംസ്. ഷോർട്ട് കോളംസ് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 12 and it fails only by crushing. Medium columns slenderness ratio is between 12 and 120. It fails by crushing and buckling. And third one, long columns slenderness ratio is more than 120 and it fails only by buckling. അപ്പോൾ അതിൽ ലോങ് കോളത്തിൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും, ലാറ്ററൽ ഡയമെൻഷനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാം? അത് ഓൺലി ബൈ പിന്നെ ബക്ലിംഗ് ആയിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കോളം ലെങ്ത്, അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പം ഇതുപോലെ ലെങ്ത് ഒരുപാട് കൂടുതലാണ്, ലാറ്ററൽ ഡയമെൻഷൻ കുറവാണെങ്കിൽ ഇതിൻ്റെ ഇതുണ്ടാവും എങ്ങനെയായിരിക്കും? ഈ ബക്ലിംഗ് ആയിട്ടായിരിക്കും ഇത് ബെൻഡ് ചെയ്യുക. കാരണം ലെങ്ത് ലാറ്ററൽ ഡയമെൻഷനെ ബേസ് ചെയ്തുകൊണ്ട് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ ഇതിന് ബക്ലിംഗ് ആണ് സംഭവിക്കുക. ഒരു ഭാഗത്തേക്ക് അത് ബക്കിൾ ചെയ്ത് പോവുകയാണ് ചെയ്യുക. മറ്റത് ഫസ്റ്റ് വൺ ക്രഷിംഗ് അല്ലെങ്കിൽ കംപ്രസീവ് മാത്രമായിരിക്കും, രണ്ടാമത്തത് ക്രഷിംഗ് ആൻഡ് ബക്ലിംഗ്, മൂന്നാമത്തത് ബക്ലിംഗ്. ഓക്കെ, അടുത്ത പാർട്ട് ബിയിലെ ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ മിഡിൽ തേർഡ് റൂൾ. എന്താണ് മിഡിൽ തേർഡ് റൂൾ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിഡിൽ തേർഡ് റൂൾ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് no tension is developed in a wall or foundation if the resultant force lies within the middle third of the structure. മനസ്സിലായത്? It states that no tension is developed in a wall or foundation if the resultant force lies within the middle third of the structure. നേരത്തെ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡാമിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ
വാട്ടർ പ്രഷർ ഉണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, വാട്ടർ പ്രഷർ കൂടാതെ അതിന്റെ സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം വരുന്നുണ്ട് അല്ലെ, സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം. അപ്പോ ഈ രണ്ട് ഫോഴ്സും കൂടെ, മറ്റത് വാട്ടർ പ്രഷർ ഹൊറിസോണ്ടലുമാണ്, വാട്ടർ പ്രഷർ എന്താണ്, അത് ഹൊറിസോണ്ടലാണ്, മറ്റത് വെർട്ടിക്കലുമാണ് അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ആക്ച്വലി അതിന്റെ ബേസിന്റെ കട്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ അത് വിത്തിൻ ദ മിഡിൽ തേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വിത്തിൻ ദ മിഡിൽ തേർഡ് അല്ലെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടെൻഷൻ വിൽ ഡെവലപ്പ് അറ്റ് ദ ബേസ് ഇഫ് ഇറ്റ് പാസസ് ത്രൂ ഔട്ട് ഓഫ് ദ മിഡിൽ തേർഡ് ഓഫ് ദി സെക്ഷൻ. മിഡിൽ തേർഡിന് കഴിഞ്ഞിട്ടും ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ടെൻഷൻ സംഭവിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് in columns and retaining walls, the force should be applied within the middle third of the base to resist bending moments. In columns and retaining walls, the force should apply within the middle third of the base. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ രണ്ടാമതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. In columns and retaining walls, the force should be applied within the middle third of the base to resist bending moments. In gravity dams, the stability against thrust is provided by the weight of the dam such that no tension is developed at the along the base. അപ്പോൾ ബേസിൽ ഇത് വരാതിരിക്കാൻ, ടെൻഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, the stability against thrust is provided by the weight of the dam. ഗ്രാവിറ്റി ഡാമിന്റെ കേസിലാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മിഡിൽ തേർഡ് റൂൾ states that the resultant force of both the horizontal and vertical forces should pass through the middle third of the base. അപ്പോൾ മാക്സിമം നമ്മൾ ബേസിനെ 3 പാർട്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പാസ് ചെയ്യാവുന്നത് അതിന്റെ സെക്കൻഡ് ഡിവിഷനിലെ ലാസ്റ്റ് എൻഡിലൂടെയാണ് അതിന് മാക്സിമം പാസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡിൽ തേർഡ് റൂൾ. അതിൽ അപ്പുറം പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് ബേസ് എന്ന് വിചാരിക്കാം. ഈ ബേസിനെ നമ്മൾ എന്താക്കി, ഇതിനെ 3 ഡിവൈഡ് ചെയ്യാം അല്ലെ, 3 പാർട്ട്. അപ്പൊ ഈ റിസൾട്ടന്റ് പാസ് ചെയ്യാൻ പറ്റുന്നത് അറ്റ് ദ മോസ്റ്റ് ഏതിലൂടെ പാസ് ചെയ്യാം, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യാം നമുക്ക്. ഇത് റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ ബേസിന്റെ മിഡിൽ തേർഡ് 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിഡിൽ തേർഡിന്റെ ഉള്ളിലൂടെ ആയിരിക്കണം ഇത് പാസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അതിന് പുറമെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൽ ടെൻഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ദാറ്റ് ഈസ് നോൺ ആസ് ദ മിഡിൽ തേർഡ് റൂൾ. നെക്സ്റ്റ്, ഇനി നമ്മൾ പാർട്ട് സിയിലേക്കാണ് പോകുന്നത്. പാർട്ട് സിയില് 7 മാർക്സിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോളോ മൈൽഡ് സ്റ്റീൽ ട്യൂബ് of length 8 meter, internal diameter 5 centimeter and 10 mm thick is used as a strut with both ends fixed. Find the Euler's buckling load and safe load if Fs is equal to 3 and E is equal to 2 into 10 raised to 5 Newton per mm square. ഇവിടെ ഒരു ഹോളോ മൈൽഡ് സ്റ്റീൽ ട്യൂബാണ് തന്നിട്ടുള്ളത്. ഹോളോ മൈൽഡ് സ്റ്റീൽ ട്യൂബാണ്. അപ്പൊ അത് അതിന്റെ ഇന്റേണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട് 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 mm. പിന്നെ തിക്നെസ് ആണ് പറഞ്ഞത്. തിക്നെസ് എത്രയാണ്, 10 mm ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഒരു ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർക്കിൾ ആണല്ലോ അതിന്റെ ഇത് വരിക. അപ്പോ അപ്പൊ ഈ 2 ഇത് വരുന്ന സമയത്ത് ഇന്റേണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും, ഇതിന്റെ ഇന്റേണൽ ഡയമീറ്റർ ആണ് എത്ര പറഞ്ഞത്, ഇന്റേണൽ ഡയമീറ്റർ പറഞ്ഞിട്ടുള്ളത് 5 സെന്റിമീറ്റർ ആണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. D is equal to small d is equal to 50 mm. സ്മോൾ d ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 50 mm. ക്യാപിറ്റൽ D is equal to 70 mm. എങ്ങനെയാണ് 70 mm കിട്ടിയത്, 50 പ്ലസ് 2 തിക്നെസ് കൂട്ടണം അല്ലെ, 10 പ്ലസ് 10, ഈ 2 തിക്നെസ്. അപ്പോൾ 50 പ്ലസ് 10 ആണ് 70 mm. അങ്ങനെയാണ് നമുക്ക്
ഔട്ട്സൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ 70 കിട്ടി. ഇന്റേണൽ ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 mm. യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ആസ് E is equal to 2 into 10⁵ Newton per mm squared. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഗിവൺ ആസ് 3 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ് കാണാനാണ് ആൻഡ് സേഫ് ലോഡ് രണ്ടും കാണണം. അപ്പൊ ആദ്യം ബക്ലിംഗ് ലോഡ് കണ്ട് അതിൽ നിന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ച് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ എന്താണ് FS is equal to അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാം സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ലെങ്ത് എന്താണ് ഇഫക്റ്റീവ് ലെങ്ത് നോക്കണം. അതിന്റെ ലെങ്ത് തന്നത് 5 മീറ്റർ ആണ്. 5 മീറ്റർ അല്ലെ, 5 മീറ്റർ ആണ്. അപ്പോ അത് MM-ലേക്ക് മാറ്റുന്ന സമയത്ത് 5 into 10⁻³ mm അല്ലെ. നമുക്കറിയാം ഒരു മീറ്റർ 10⁻³ mm ആണ്. 1000 mm ആണ് ഒരു മീറ്റർ. നെക്സ്റ്റ് സ്റ്റെപ്പ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണലാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഒരു ഹോളോ സർക്കുലർ ആകുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ π/64 d⁻⁴ മൈനസ് d⁻⁴ അല്ലെ. π/64 ഇൻറ്റു d⁻⁴ മൈനസ് d⁻⁴. അതിൽ ഈ d⁻⁴ എന്താണ്? ഇത് എക്സ്റ്റേണൽ ആണ്, ഡയമീറ്റർ ആണ്. മറ്റത് ഇന്റേണൽ ഡയമീറ്റർ. അപ്പൊ π/64 ഇൻറ്റു 70⁴ മൈനസ് 50⁴ ഈക്വൽസ് 8.72 into 10⁵ എന്താ അതിന്റെ യൂണിറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? mm⁴. 8.72 into 10⁵ mm⁴. ഇനി ഇവിടെ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് കാണുന്ന ഫോർമുല നമുക്കറിയാം. ഓയിലേഴ്സ് ഫോർമുല അത് ബൈ ഹാർട്ട് ആയിരിക്കണം. π² EI/LE² അല്ലെ. π² EI/LE². അപ്പൊ ഇവിടെ π² കോൺസ്റ്റന്റ് ആണ്. π² ഇൻറ്റു പിന്നെ 2 into 10⁵ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഇയുടെ വാല്യൂ 2 into 10⁵ ഇൻറ്റു I. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ഐയുടെ വാല്യൂ? 8.72 into 10⁵ ഇൻറ്റു LE². അപ്പൊ അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഈ LE കാണുന്ന സമയത്ത് LE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ലെങ്ത് ആണല്ലോ. LE ഇഫക്റ്റീവ് ലെങ്ത് അത് എൻഡ് കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. ആ കണ്ടീഷനില് 4 കണ്ടീഷൻ ഉണ്ടല്ലോ. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്, വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ. അപ്പൊ ഈ 4 കണ്ടീഷനിൽ ഏതാണ് കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണ്. അപ്പൊ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആവുന്ന സമയത്ത് LE എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? LE is equal to ആക്ച്വൽ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. പക്ഷെ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെടുത്താൽ മതി? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ രണ്ടും സെയിം ആണ്. അതായത് LEയും ഇഫക്റ്റീവ് ലെങ്തും അതേപോലെ തന്നെ ഏത് നമ്മുടെ ആക്ച്വൽ ലെങ്ത് LE ആൻഡ് ഇസ് ഈക്വൽ ടു L ആണ്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. അപ്പൊ ഇവിടെ ഈ പ്രോബ്ലത്തില് ചെറിയൊരു കറക്ഷൻ വരുത്താനുള്ളത്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ 5 into 10⁻³ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. 5 into ഇവിടെ കണ്ടോ, ഇവിടെ ഇതില് ബോത്ത് എൻഡ്സ് എന്താ പറഞ്ഞത്? ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് എന്നാണ് പറഞ്ഞത്. അത് ഫിക്സ്ഡ് അല്ല. ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ L/2 എടുക്കണം. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. ഓക്കെ, ഇത് ഹിഞ്ച്ഡ് ആണ്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആകുന്ന സമയത്ത് സെയിം എടുത്താൽ മതി. അതല്ല ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ LE is equal to L/2 വെച്ച് ചെയ്താൽ മതി. അപ്പൊ 5ന്റെ പകുതി എടുക്കണം. എത്രയാണ്? 2.5 അല്ലെ. 2.5 എന്താണ് യൂണിറ്റ് മീറ്റർ എടുക്കണം. അപ്പൊ 2.5 into 10⁻³ mm എടുക്കണം LE. ഏത്? ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ 5 തന്നെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പിന്നെ പ്രോബ്ലത്തിൽ ഹിഞ്ച്ഡ് എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ എന്തെടുത്തത്? രണ്ടും സെയിം ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അതായത് π² EI ഡിവൈഡഡ് ബൈ LE². ആ LE ആണ് എന്ത്? ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, ആ LE ആണ് ഇഫക്റ്റീവ് ലെങ്ത്. അത് നമ്മൾ എടുക്കുന്നത് 5 ഇവിടെ 5 into 10⁻³ എടുക്കാം. അത് ഹിഞ്ച്ഡ് ആണെങ്കിൽ. അതല്ല ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ L/2. 2.5 into 10⁻³ അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 5 തന്നെയാണ്. ദാറ്റ് മീൻസ് ദ എൻഡ്സ് എന്താണ്? എൻഡ് ഫിക്സ്ഡ് കണ്ടീഷൻ അല്ലെ.
രണ്ടെൻഡും ഹിഞ്ചിലുള്ള കണ്ടീഷനാണ്. രണ്ടെൻഡും ഹിഞ്ചിലുള്ള കണ്ടീഷൻ ആകുമ്പോഴാണ് എന്തെടുക്കുന്നത് നമ്മൾ LEയും ഇഫക്റ്റീവ് ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും സെയിം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന യൂണിറ്റ് ന്യൂട്ടണിലായിരിക്കും കിട്ടുന്നത്. അത് പിന്നെ കിലോ ന്യൂട്ടണിലാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിനെ 1000 കൊണ്ട് അല്ലെ, 1 കിലോ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 കിലോ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ കിട്ടിയ 68,850.36 ന്യൂട്ടണ് കിലോ ന്യൂട്ടൺ ആക്കുന്ന സമയത്ത് അത് 68.85 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ്. ഇപ്പൊ ഈ പ്രോബ്ലം തന്നെ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് പറയുകയാണെങ്കിൽ L/2 കൊടുക്കണം. പിന്നെ വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ എന്തെടുക്കണം, L/√2 എടുക്കണം. L/√2 എടുക്കണം ആ കേസിൽ. പിന്നെ വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ ആണെങ്കിലോ, വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ എന്തെടുക്കണം, L/2L ആണ് എടുക്കേണ്ടത്. വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ. വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ എടുക്കേണ്ടത് L/√2. L/√2. ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആണെങ്കിൽ L ഈസ് ഈക്വൽ ടു L തന്നെയാണ്. മറ്റേ കേസിൽ ഇപ്പോ നമ്മൾ പറഞ്ഞത് ഫിക്സ്ഡ് ആണെങ്കിൽ L ഈസ് ഈക്വൽ ടു L/2. ഇതാണ് 4 കണ്ടീഷൻ. അപ്പൊ ഈ 4 കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണോ പ്രോബ്ലത്തിൽ പറയുന്നത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതെടുക്കാൻ. ഫോർമുല സെയിം തന്നെയാണ്, π² EI/LE². അത് ഉപയോഗിച്ച് ഇത് ചെയ്ത് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ന്യൂട്ടണിൽ എഴുതിയാലും മതി ആൻസർ. വേണമെങ്കിൽ അത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കിലോ ന്യൂട്ടൺ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പൊ ന്യൂട്ടനെ കിലോ ന്യൂട്ടൺ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ ആക്കണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ അടുത്ത 7 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക്. See, read this question. A retaining wall of height 12 meter, base width 9 meter, and top width 3 meter, retaining earth up to its top. Find the maximum and minimum intensities of stresses at the base of the wall if specific weight of earth and wall material are 20 kilonewton per m cube and 25 kilonewton per m cube respectively. Angle of repose is 30 degrees. Is it clear? The question നന്നായിട്ട് വായിച്ച് ആദ്യം ക്ലിയർ ആക്കണേ. ഇവിടെ ചോദിച്ചത് റീറ്റെയിനിങ് വാൾ ആണ്, ഡാം അല്ല, റീറ്റെയിനിങ് വാൾ ആണ്. അതിന്റെ ഹൈറ്റ് 20, ബേസ് വിഡ്ത്ത് 9 മീറ്റർ, ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ അല്ലെ. ബേസ് വിഡ്ത്ത് 9, ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം തന്നുള്ള ഡാറ്റ ഒക്കെ എഴുതി വെക്കാം. എന്തൊക്കെ തന്നുള്ള ഡാറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡാറ്റ അതായത് എർത്ത് ആദ്യം നമുക്ക് പിന്നെ ടോപ്പ് വിഡ്ത്ത് അതുപോലെ ബോട്ടം വിഡ്ത്ത്, ഈ 2 വിഡ്ത്തുകളും തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലെ സ്പെസിഫിക് വെയിറ്റ്, രണ്ടിന്റെയും സ്പെസിഫിക് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോ നമുക്കിപ്പോ ഇതൊരു ട്രപ്പിസോഡൽ സെക്ഷൻ ആണ് അല്ലെ. ഡാമിന്റെ സെക്ഷന്, റീറ്റെയിനിങ് വാളിന്റെ സെക്ഷൻ ഒരു ട്രപ്പിസോയിഡലാണ്. ഇപ്പൊ ട്രപ്പിസോയിഡൽ സെക്ഷൻ ആയതുകൊണ്ടാണ് ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും സെപ്പറേറ്റ് പറയുന്നത്. ഇപ്പൊ ഇതേപോലെ നമ്മളൊരു ട്രപ്പിസോയിഡൽ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ, ഇതേപോലെ ഇത് വെർട്ടിക്കൽ, ഇതാണ് ഇതിന്റെ ബേസ് വിഡ്ത്ത് അല്ലെ. ഇത് ബേസ് വിഡ്ത്ത് ആണ്. പിന്നെ അതിന്റെ ടോപ്പ് വിഡ്ത്ത്, ഇത് ടോപ്പ് വിഡ്ത്ത്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ സെക്ഷൻ? ഇറ്റ്സ് എ ട്രപ്പിസോയിഡൽ സെക്ഷൻ. അപ്പൊ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ബേസ് വിഡ്ത്ത് 12 മീറ്റർ ആണ് അല്ലെ, ഇത് 12 മീറ്റർ. ഇവിടുത്തെ ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ, ബേസ് വിഡ്ത്ത് 9 മീറ്റർ. ഹൈറ്റ് ആണ് 12 മീറ്റർ, ഇത് 9 മീറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് ഓഫ് ദി റീറ്റെയിനിങ് വാൾ ഈസ് ഗിവൺ ആസ് 12 മീറ്റർ. 12 മീറ്റർ. അപ്പോൾ ഇതില് എന്തൊക്കെ പ്രശ്നമാണ് വരുന്നത്? ഒന്നാമത്തത്
ഡാമിൽ വെള്ളത്തിന്റെ പ്രഷർ പറഞ്ഞതുപോലെ ഇവിടെ വരുന്നത് എർത്ത് പ്രഷറാണ്, ആക്ടിങ് ഹൊറിസോണ്ടൽ അല്ലേ. ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? എർത്തിന്റെ പ്രഷറാണ്. പിന്നെ വെയിറ്റ് ഓഫ് ദ റീറ്റേണിംഗ് വാൾ ആക്ടിങ് വെർട്ടിക്കലി, അത് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ റിസൾട്ടന്റ് പ്രഷറാണ് ഇവിടെ ബേസിന് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യത്തത് എർത്ത് പ്രഷർ അല്ലെ. എർത്ത് പ്രഷർ നോക്കിയിട്ട് എന്താ ഇക്വേഷൻ എഴുതേണ്ടത്? ഗാമ എച്ച് സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 ഈക്വൽസ് എന്താണ് ഗാമ? ഗാമ ഇസ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ എർത്ത് മെറ്റീരിയൽ അല്ലെ. റീറ്റെയിൻ, അവിടെ റീറ്റെയിൻ ചെയ്തിട്ടുള്ള എർത്ത് മെറ്റീരിയൽ ഏതാ, അതിന്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണോ അതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രോബ്ലത്തിൽ നോക്കാം, ഗാമ എച്ച് സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5. അവിടെ 20 ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 20 കിലോ ന്യൂട്ടൺ പെർ എം ക്യൂബ് ആണ്. സോ 20 ഇൻറ്റു 12 സ്ക്വയർഡ് ബൈ 2, 20 ഇൻറ്റു 12 സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 5. ഇവിടെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് റീപോസ് ആണ്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റീപോസ്? ദ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ, റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് ആ എർത്തിനുണ്ടാകുന്ന സ്ലോപ്പാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ്, ദാറ്റ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 30 ഡിഗ്രീസ്. അത് നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഗാമ എച്ച് സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 5. അപ്പൊ അവിടെ 20 ഇൻറ്റു 12 സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 30, വേർ 5 ഈസ് ഗിവൺ ആസ് എത്രയാണ്? 5 തന്നിട്ടുള്ളത് 30 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. 5 ഈസ് 30 ഡിഗ്രി. സോ 1 പ്ലസ് 1 മൈനസ് സൈൻ 5 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിൽ നിന്ന് നമുക്ക് എർത്ത് പ്രഷർ കാണുന്ന ഫോർമുലയാണത്. ആ എർത്ത് പ്രഷർ നമുക്ക് കാണാൻ പറ്റും. ആ വാല്യൂ ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. എത്രയാണ്? 1080 കിലോ ന്യൂട്ടൺ പെർ എം ക്യൂബ് അല്ലേ. കാണുന്നില്ലേ? 1080 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പൊ പെർ മീറ്റർ ലെങ്തിലാണ് നമ്മൾ പ്രഷർ കാണുന്നത്. അതാണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, വെയിറ്റ് ഓഫ് മേസൺറി വാൾ പെർ മീറ്റർ ലെങ്ത്. അത് ആക്ടിങ് വെർട്ടിക്കലി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിഗറിൽ വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത്? വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡാണ് അതിന്റെ സെൽഫ് വെയിറ്റ് ഓഫ് ദി റീറ്റെയിനിങ് വാൾ ആക്ടിങ് ത്രൂ ദ സി ജിയിലൂടെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് കാണുന്ന ഫോർമുല എന്താണ്? എ പ്ലസ് ബി ബൈ 2 അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ പ്ലസ് ബി ബൈ 2 അല്ലെ. എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ഇൻറ്റു 1 ഇൻറ്റു റോ. അതാണ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ഇൻറ്റു 1 ഇൻറ്റു റോ. ആ വാല്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഏതാണ്? അതാണ് ഇത്. 9 plus 3 ഇൻറ്റു 2 ഇൻറ്റു 12 ഇൻറ്റു 1 ഇൻറ്റു 25 അല്ലേ, ഈക്വൽസ് 1800 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി. ഇപ്പോൾ ഒന്ന് എർത്ത് പ്രഷർ ആക്ടിങ് ഹൊറിസോണ്ടലി, അതാണ് ആദ്യം കിട്ടിയത്. എത്ര? 1080 കിലോ ന്യൂട്ടൺ അല്ലേ. ഇത് ഈ ഫോർമുല ചെയ്തപ്പോൾ 1080 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. രണ്ടാമത്തത് 1080 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇത് ആദ്യത്തെ എർത്ത് പ്രഷർ ആക്ടിങ് ഹൊറിസോണ്ടലി, രണ്ടാമത്തത് സെൽഫ് വെയിറ്റ് ഓഫ് ദി റീറ്റെയിനിങ് വാൾ ആക്ടിങ് വെർട്ടിക്കലി. അതാണ് ഫസ്റ്റ് 2 സ്റ്റെപ്സ്. അടുത്ത സ്റ്റെപ്പ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് സി ജി ഓഫ് ദ റീറ്റെയിനിങ് വാൾ ഫ്രം ദ വെർട്ടിക്കൽ ഫേസ് എ ഡി. നമ്മൾ ഈ വെർട്ടിക്കൽ ഫേസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ, ഈ വെർട്ടിക്കൽ ഫേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിന്റെ സി ജി, ഈ ഡിസ്റ്റൻസ്, അതാണല്ലോ എക്സ് ബാർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെ, എക്സ് ബാർ. അപ്പോ ആ എക്സ് ബാർ
എത്ര ഡിസ്റ്റൻസിലാണ് അത് കാണുന്ന ഫോർമുലയാണ് എന്ത്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർഡ് പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർഡ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ എ ടോപ്പ് വിഡ്ത്ത്, ബി ബോട്ടം വിഡ്ത്ത്, അത്രയേ ഉള്ളൂ. ടോപ്പ് വിഡ്ത്ത് ഈസ് ഗിവൺ ആസ് 3 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 9 മീറ്റർ. അപ്പോൾ അത് വെച്ച് ചെയ്തു. എക്സ് ബാർ 3.25 മീറ്റർ എന്ന് കിട്ടി. 3.25 മീറ്റർ അല്ലേ? അതിൽ നിന്ന് പിന്നെ ഇ എഫ് കണ്ടു. ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെർട്ടിക്കൽ ഫേസിൽ നിന്ന് റിസൾട്ടന്റ് കട്ട് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ബാറിനോട് കൂടി അത് കൂട്ടണം പി ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ 3. അവിടെ എച്ച് ക്യാപിറ്റൽ എച്ച് ആണ് ഹൈറ്റ്. ഇവിടെ റിട്ടേണിംഗ് വാളിന് രണ്ടും സെയിം ഹൈറ്റ് ആയതുകൊണ്ട് രണ്ടും സെയിം ആണ്. ഡാം ആവുന്ന സമയത്ത് വെള്ളത്തിന്റെ ഹൈറ്റ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ എച്ച് എടുക്കണം, മറ്റത് ക്യാപിറ്റൽ എച്ച് എടുക്കണം. അപ്പോൾ എക്സ് ബാർ പ്ലസ് പി ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ 3 ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.4 മീറ്റർ എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യണം? പ്ലസ് ഇ എഫ്, ഡി ഇ പ്ലസ് ഇ എഫ് ആകുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, റിസൾട്ടിന്റെ കട്ട് ചെയ്യുന്നവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 5.65. ഓക്കെ, അത് കഴിഞ്ഞ് എക്സെൻട്രിസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് പിന്നെ ബി ബൈ 2 മൈനസ് ചെയ്യാം. ആ ബി ബൈ 2 മൈനസ് ചെയ്യുന്ന സമയത്ത് 1.15 മീറ്റർ ആണ് എക്സെൻട്രിസിറ്റി. മാക്സിമം സ്ട്രെസ് കാണുന്ന ഫോർമുല W by B into 1 plus 6E by B. ഈ എക്സെൻട്രിസിറ്റി ആണ് ബി ബേസ് വിഡ്ത്ത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് മാക്സിമം കിട്ടും. രണ്ടാമത്തത് മിനിമം W by B into 1 minus 6E by B. അവിടെ രണ്ട് സെയിം ഫോർമുല ആണെങ്കിൽ ഒന്ന് ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അതിന്റെ വാല്യൂ 46 കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയർ, മറ്റത് 353.33 കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. രണ്ട് സ്ട്രെസ്സസ് ആണ്, മാക്സിമം സ്ട്രെസ് ആൻഡ് മിനിമം സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഇത് ഡാം ആവാൻ ചിലപ്പോൾ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡാം ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ റീറ്റൈനിങ് വാളിലുള്ള സ്ട്രെസ്സസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular column of 300 by 400 mm carries an eccentric load of 20 kilonewton at an eccentricity of 200 mm in a plane bisecting the width. Find the maximum and minimum intensities of stresses at the base. അപ്പോൾ ഇത് ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടോപ്പിക്. ഇവിടെ ഒരു റെക്ടാങ്കുലർ കോളമാണ്, ബ്രെഡ്ത്ത് 300 mm, ഡെപ്ത് 400 mm, പിന്നെ ഡബ്ല്യു തന്നിട്ടുണ്ട്. വെയിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? വെയിറ്റ് തന്നിട്ടുള്ളത് 20 കിലോ ന്യൂട്ടൺ അല്ലെ? 20 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 20 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. എക്സെൻട്രിസിറ്റി 200 mm. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് സ്ട്രെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലോഡിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ലോഡിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലോഡ് ന്യൂട്ടൺ ആക്കാനാണ് 20 ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്താണ്? സെക്ഷൻ്റെ ഏരിയ 300 ഇൻറ്റു 400. അപ്പോൾ അത് 0.17 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അതാണ് ഡയറക്റ്റ് സ്ട്രെസ് എഫ് സി. ഇനി ബെൻഡിങ് സ്ട്രെസ് ആണ് W ഇൻറ്റു ഇ ബൈ സെറ്റ്. W ഇൻറ്റു എക്സെൻട്രിസിറ്റി ഡിവൈഡ് ബൈ ഇസെറ്റ്. ഇസെറ്റ് എന്താണ്? മോഡുലസ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ് ആണ് I ബൈ Y. I എങ്ങനെ കാണുന്നത്? I ബൈ Y നമുക്കറിയാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ബി ഡി ക്യൂഡ് ബൈ 12 ആണ് റെക്ടാങ്കുലർ കോണത്തിൻ്റെത്, റെക്ടാങ്കുലർ സെക്ഷൻ്റെത്. അത് അബൌട്ട് വൈ ആക്സിസ് ആകുമ്പോൾ ഡി ബി ക്യൂഡ് ബൈ 12 ആവും. ഇപ്പൊ ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് വരുന്നത് അല്ലെ? വൈ ആക്സിസ് ആണ് ഇവിടെ ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പിന്നെ എന്താ എടുക്കേണ്ടത്? ഇവിടെ എടുക്കേണ്ടത് നമ്മൾ ഡി ബി ക്യൂ ബൈ 12 ഉണ്ടോ? ഡി ബി ക്യൂ ബൈ 12 ഡിവൈഡ് ബൈ ബി ബൈ 2. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ 2. ഓക്കെ, ഇറ്റ് ഈസ് ഡി ബി സ്ക്വയർഡ് ബൈ 6. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല എടുത്താലും മതി. ഡി ബി സ്ക്വയർഡ് ബൈ 6 എന്നങ്ങ് എഴുതിയാൽ മതി. ഇസെഡ് മോഡുലസ് ഓഫ് സെക്ഷൻ അത്രയും mm³ ആയിരിക്കും. 400 ഇൻറ്റു 300 സ്ക്വയർഡ് ബൈ 6 ഈക്വൽ 6 ഇൻറ്റു 10⁻6 mm³. Therefore, FB ബെൻഡിങ് സ്ട്രെസ് കാണാം. W ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ഇസെഡ് ഇസ് ഈക്വൽ ടു 0.67 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ത് കിട്ടുന്നു? മാക്സിമം സ്ട്രെസ് 0.17 പ്ലസ് രണ്ടും കൂടി ആഡ് ചെയ്യുക. 0.17 പ്ലസ് 0.67 ഈക്വൽസ് 0.84.
മിനിമം സ്ട്രെസ് സബ്ട്രാക്ട് ചെയ്യുക, 0.17 മൈനസ് 0.67 ഈക്വൽസ് മൈനസ് 0.5 ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെസ് ആൻഡ് മിനിമം സ്ട്രെസ്. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്ന് അർത്ഥം എന്താണ്? ഒന്ന് കംപ്രഷനും മറ്റത് ടെൻഷനുമായിട്ട് വേണം ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ഡയഗ്രാം ഒന്നും ചോദിച്ചിട്ടില്ല, ഇത് കാണാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് കണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്നു, രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം സ്ട്രെസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 3 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, അതേപോലെ 3 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ടോട്ടൽ 30 മാർക്സ്. ഓക്കെ.